ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷ ക്രിയേഷൻസ്. എല്ലാ കൂട്ടുകാർക്കും ഇഷ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ്. റേഷനരി കൊണ്ടാണ് നമ്മളിന്ന് വട്ടയപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ അപ്പത്തിനായിട്ട് ആദ്യം ഇവിടെ എടുക്കുന്നത് പച്ചരിയാണ്. ഇത് റേഷൻ കടയിൽ നമുക്ക് കിട്ടുന്ന അരി തന്നെയാണ്. ഇവിടെ 2 കപ്പ് അരി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കപ്പ് അരി അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി എടുക്കണം. ഇപ്പം നമ്മൾ അരി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 മണിക്കൂറത്തേക്ക് ഈ അരി ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് കുതിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ചിരുകിയത്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇവിടെ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നത്. രണ്ട് ഏലക്ക, അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. മുക്കാൽ കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇവിടെ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങ് തീരെ നൈസായിട്ട് അങ്ങ് അരയ്ക്കരുത്. ചെറിയൊരു തരി പോലെ അതിനകത്ത് കാണണം. ഇത് കുറഞ്ഞത് 5-6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. ഞാനിവിടെ ഒരു 8 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നല്ല മയമുള്ള സോഫ്റ്റ് അപ്പം കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തലേദിവസം രാത്രിയിൽ ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കാം. ഇതിപ്പം പിറ്റേ ദിവസം രാവിലെയായി. ഞാനിത് തലേദിവസം അരച്ച് വെച്ചിരിക്കുമായിരുന്നു മാവ്. അപ്പം നമുക്ക് ഏകദേശം ഒരു 8 മണിക്കൂറോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ, ഏത് പാത്രത്തിലാണോ നിങ്ങൾ അപ്പം ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ അല്പം എണ്ണ തൂക്കി കൊടുക്കുക. ഞാനിവിടെ സാധാ ഒരു പ്ലേറ്റാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാവൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളെടുത്ത മാവിൻ്റെ അളവിൽ നമുക്ക് 2 അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ആദ്യത്തെ അപ്പത്തിൽ പകുതി മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, നമുക്കിനി ഇതൊരു അടപ്പ് പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ 2 അപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് പ്ലേറ്റിൽ നിന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് എടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം.
അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ പുതിയ വ്യത്യസ്തമായ വീഡിയോകളുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ ബൈ.